നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾക്കായിട്ട് അർജന്റീനയുടെ ക്യാമ്പ് മയാമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. താരങ്ങൾ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോച്ച് ലയണൽ സ്കലോനി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ആ ചോദ്യം ഉന്നയിച്ചു, എന്തുകൊണ്ട് ഡിബാല സ്ക്വാഡിലില്ല? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കോളപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് സ്കലോനി മാധ്യമങ്ങളെ കണ്ട് ഈ ഒരു തീരുമാനം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നല്ല വേദനയോടെയാണ് ഡിബാലയെ ഒഴിവാക്കേണ്ടി വന്നത്. ആ ഒരു തീരുമാനം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ടീമിനാണ് പ്രാധാന്യം, ഇൻഡിവിജ്വൽസിനല്ല, ടീമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടെടുത്ത തീരുമാനമാണ് എന്ന് കോച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു താരത്തെ ഒഴിവാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഡിബാലയോട് നമുക്ക് പ്രത്യേക വാത്സല്യമുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ടീമിനാണ് ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസ് വെച്ച് ആ ഒരു പൊസിഷണൽ ആയിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സോ ചില പൊസിഷനുകളിൽ നമുക്ക് ചില ഇൻകൺവീനിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാവിധ വേദനയോടും കൂടി എടുത്ത തീരുമാനം എന്നേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും ഒരു കോച്ച് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ചില പണികൾ കൂടി ചെയ്യേണ്ടി വരും. അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് ബുദ്ധിമുട്ടേറിയ തീരുമാനം തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് അത് ഫുട്ബോളിംഗ് ആയിട്ടുള്ള തീരുമാനമാണ്, പൊസിഷണൽ ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഡിബാല കളിക്കുന്ന ഏരിയകളിൽ മറ്റു താരങ്ങളെ കൂടി അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്, അവരെ കൂടി പരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ താരങ്ങളെ എടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കുറെ താരങ്ങളുടെ കാര്യത്തിൽ ഫിസിക്കലായിട്ടുള്ള ചില ഇൻകൺവീനിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന്. ഇപ്പൊ 29 അംഗ സ്ക്വാഡാണല്ലോ അർജന്റീന പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോപ്പ അമേരിക്കയ്ക്ക് 26 അംഗ സ്ക്വാഡേ പറ്റുകയുള്ളൂ. അപ്പൊ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ശേഷം 3 താരങ്ങളെ കട്ട് ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സ്ക്വാഡ് എടുക്കുന്നു എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഈ കുറെ താരങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ, ഒരു പക്ഷേ ഈ താരങ്ങൾ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ട് വരികയായിരുന്നെങ്കിൽ ഇതൊരു ഡിഫറെന്റ് ലിസ്റ്റ് ആയേനെ. ഇപ്പൊ നമുക്ക് ചില താരങ്ങൾക്ക് ഡ്രോബാക്സ് ഉണ്ട്, പരിക്കിന്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതിൽ ഇനിയും തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പം ടീമിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരേ പൊസിഷനിലേക്ക് തന്നെ 5 6 താരങ്ങൾ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ താരങ്ങൾക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡിബാലയുടെ കാര്യത്തിൽ മാത്രമല്ല സ്ക്വാഡിൽ തന്നെ മറ്റു ചിലരുടെ കാര്യത്തിലൊക്കെ വ്യത്യസ്തമായ തീരുമാനങ്ങൾ വന്നേനെ എന്നുകൂടി സ്കലോനി പറയുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ പ്രോബ്ലം ഉള്ള താരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കത് ആരൊക്കെയാണ് അത് കോച്ച് പറയുന്നില്ല. പക്ഷെ കാര്യം വളരെ വ്യക്തമാണ്. TYC സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് നാക്വൽ മൊളീനയാണ്, അദ്ദേഹം പരിക്കിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. ജർമ്മൻ ബസല്ല, അദ്ദേഹത്തിനും പരിക്കിൽ നിന്ന് മുക്തനായി വരികയാണ്. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മാർക്കോസ് അക്യൂഞ്ഞ, എൻസോ ഫെർണാണ്ടസ് ഒക്കെ സർജറി കഴിഞ്ഞു വരികയാണ്. അപ്പൊ ഈ താരങ്ങളുടെ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്വാഡ് 29 അംഗ സ്ക്വാഡ് വേണ്ടി വന്നത്. അതിൽ ഇനി പലരെയും കട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പൊ ഈ ഒരു അർത്ഥത്തിലാണ് ഡിബാലയുടെ ഏരിയയിലേക്ക് മറ്റ് താരങ്ങളെ കൂടി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരേ പൊസിഷനിലേക്ക് സ്കലോനി പറഞ്ഞ പോലെ 5 6 താരങ്ങൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡിബാലയ്ക്ക് പുറത്തു പോവേണ്ടി വന്നത് എന്നാണ് ഇപ്പൊ വിശദീകരണം. അതായത് ഇതൊരു ഫുട്ബോളിംഗ് തീരുമാനമാണ്, പൊസിഷനിലായിട്ടുള്ള തീരുമാനമാണ്, അല്ലാതെ ഡിബാലയുടെ ഫോം മങ്ങി എന്നുള്ളത് കൊണ്ട് എടുത്ത തീരുമാനമല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.